ഈ കാണുന്ന സാധു യുവാവിനെ നിങ്ങൾ അഖിലെന്ന് വിളിച്ചോളൂ. കൊച്ചിയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ 25,000 രൂപ മാസ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ ഒരു തുടക്കക്കാരനായിട്ടുള്ള സാധാരണ മലയാളി ചെറുപ്പക്കാരൻ. വയസ്സ് 24. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചില ആളുകളൊക്കെ ഐഫോൺ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ അഖിലിന് തോന്നി തനിക്കൊരു ഐഫോൺ വേണമെന്ന്. ഇൻസ്റ്റഗ്രാമിൽ മിറർ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ആ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ കാണിക്കുന്നത് വലിയൊരു സ്റ്റാറ്റസ് ആണല്ലോ. ഓഫീസിലെ തൻ്റെ ക്രഷ് അടക്കം ആ ഒരു പെൺകുട്ടി അടക്കം സെൽഫി എടുക്കാനായിട്ട് പല അവസരങ്ങളിലും ഓഫീസിലെ ബോറന്മാരുടെ ഐഫോണൊക്കെ കെഞ്ചുന്നത് അഖിൽ കാണുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ ഉള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഒഴിവ് സമയങ്ങളിൽ ഒരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റഗ്രാം പേജോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കാശിങ്കിട വാരാൻ പറ്റിയാലോ. എന്ത് കണ്ടന്റ് ഇടും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അഖിലിന് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അഖിലിന് 25,000 രൂപ മാത്രമാണ് ശമ്പളം. 25,000 മാത്രം ശമ്പളമുള്ള അഖിൽ എങ്ങനെയാണ് 1.5 ലക്ഷത്തിൻ്റെ ഫോൺ എടുക്കുന്നത്? അതൊരു സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കേണ്ടതാണ്. ഓൾറെഡി അഖിൽ സ്കൂട്ടർ വാങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ള 3,000 രൂപ EMI അടയ്ക്കുന്നുണ്ട്. ഇനി 4 വർഷം കൂടി അതിൻ്റെ EMI അടയ്ക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അഖിൽ ഓൺലൈനിൽ ഒരു പരസ്യം കാണുന്നത്. 0 ഡൗൺ പേയ്മെന്റ് 24 മന്ത്സ് നോ കോസ്റ്റ് EMI. അതായത് 1 രൂപ പോലും ഇപ്പോൾ കൊടുക്കാതെ ഒരു ഐഫോൺ സ്വന്തമാക്കാം. മാസം വെറും 5,000 രൂപ വീതം അടച്ചാൽ മതി. അഖിൽ ഒട്ടും ചിന്തിച്ചില്ല. തൻ്റെ ശമ്പളത്തിൽ നിന്ന് 5,000 രൂപ മാറ്റി വയ്ക്കാനായിട്ട് വലിയ പാടില്ലല്ലോ എന്നോർത്തു അവൻ ആ ഫോൺ ഓർഡർ ചെയ്തു. ഫോൺ അങ്ങോട്ട് കിട്ടി. ഓഫീസിലേക്ക് സ്റ്റാറായി നല്ല മഞ്ഞ കളറുള്ള ഫോണൊക്കെ ആയിട്ട് അവനങ്ങ് വിലസി. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അവൻ വലിയ മാസിലങ്ങോട്ട് നടന്നു. സുഹൃത്തുക്കളുടെ ഇടയിൽ അവനൊരു സൂപ്പർ സ്റ്റാറായി. എന്നാൽ കഥ മാറിയത് 6 മാസത്തിന് ശേഷമാണ്. അഖിലിൻ്റെ അച്ഛന് പെട്ടെന്ന് ജോലി സ്ഥലത്ത് വെച്ച് ഒരു വയ്യാഴിക, ഒരു നെഞ്ചുവേദന. പെട്ടെന്ന് കൂടെയുള്ള ആളുകളെല്ലാം കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ചെന്ന് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത് ബ്ലോക്കുകളുണ്ട്, ബൈപ്പാസ് സർജറി ചെയ്യണം. അതുകൊണ്ട് നല്ലൊരു തുക ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചിലവായി. ആ മാസം അഖിലിന് ഐഫോണിൻ്റെ EMI അടയ്ക്കാനായിട്ട് പറ്റിയില്ല. 5,000 രൂപ ഉണ്ടാക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റിയില്ല. വെറും 10 ദിവസം മാത്രമാണ് അവൻ പണം അടയ്ക്കാനായിട്ട് വൈകിയത്. പക്ഷേ ആ ഒരു 10-7 ദിവസവും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ത്രീ വിളിച്ച് ഇവനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല അവസരങ്ങളിലും അവരുടെ സംസാരം ഇത്തിരി കടന്നിങ്ങടെ പോയിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തിന് ശേഷം പണം അടയ്ക്കാം എന്ന് വിചാരിച്ച് പണവും സംഘടിപ്പിച്ച് എന്ന സമയത്താണ് മനസ്സിലായത് ലേറ്റ് ഫീസും പലിശയും പ്രോസസ്സിംഗ് ചാർജും ഒക്കെ ചേർത്തിട്ട് 5,000 രൂപയുടെ അടവ് 7,000-ന് മുകളിലേക്ക് മാറി. മൊത്തത്തിൽ തപ്പിപ്പറക്കി അവൻ കൊണ്ടുവന്ന 5,000 രൂപ അവിടെ തികയുന്നില്ല. വീണ്ടും വേണം 2,000 രൂപ. ആ ഒരു അവസ്ഥയിൽ കടം വാങ്ങാൻ പറ്റുന്ന ആളുകളോടൊക്കെ മുന്നേ തന്നെ വാങ്ങിയതുകൊണ്ട് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ബാക്കിയുള്ള 1-2 കടങ്ങൾ കൂടെ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോൺ ആപ്പിൽ നിന്ന് അവന് കിട്ടാവുന്ന ഒരു 20,000 രൂപ അവൻ അങ്ങോട്ട് കടമെടുത്തു. അതോടെ അവൻ വീണ്ടും വലിയൊരു ചതുപ്പിലേക്ക് വീഴുകയായിരുന്നു. ഒരു കടം വീട്ടാൻ മറ്റൊരു കടം, അത് വീട്ടാൻ മറ്റൊന്ന്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാസം 25,000 രൂപ ശമ്പളം കിട്ടുന്ന അഖിലിന് 3 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടായി. ഒപ്പം രാത്രികളിൽ ഉറക്കമില്ലാത്ത അവസ്ഥയും. ഈ അവസ്ഥ വീണ്ടും ഭീകരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. പല മാസങ്ങളിലും പല അടവുകളും അടയ്ക്കാൻ പറ്റുന്നില്ല. കസ്റ്റമർ കെയറിൽ നിന്ന് ആളുകൾ വിളിച്ച് അസഭ്യമൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ചിലതൊക്കെ വൈകി അടയ്ക്കുന്നു, പേടപ്പലിശ അടയ്ക്കുന്നു, പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കുന്നു. അങ്ങനെ ഈ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സുഹൃത്തുക്കളും ഇപ്പോൾ പണമൊന്നും അഖിലിന് കടം കൊടുക്കുന്നില്ല. ശമ്പളം ഇപ്പോൾ കൂടി 28,000 രൂപയായി. എങ്ങനെയൊക്കെയോ 24 മാസങ്ങൾ പോയി ഐഫോൺ അങ്ങോട്ട് സ്വന്തമായി. എന്നാൽ ഈയിടെയായിട്ട് ഐഫോണ് ചില്ലറ പ്രശ്നങ്ങൾ, ചാർജ് നിൽക്കുന്നില്ല. എപ്പോഴും ചാർജറുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. 70% താഴെ ബാറ്ററി ഹെൽത്ത് പോയിരിക്കുന്നു. ബാറ്ററി മാറാൻ 5,000 രൂപയാവും. 2 വർഷം പഴക്കമുള്ള ഫോണിൻ്റെ ബാറ്ററി മാറി നന്നാക്കിയെടുത്താൽ മറ്റ് കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളൊരു പേടിയും അഖിലിൻ്റെ മനസ്സിലുണ്ട്. മുന്നേ എടുത്ത സ്കൂട്ടറിനാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പണികൾ വരുന്നുണ്ട്. ടയർ മാറാറായി, ഇൻഷുറൻസ് റിന്യൂ ചെയ്യാറായി. അതിൻ്റേതായിട്ടുള്ള തലവേദനകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. കൂടാതെ സ്കൂട്ടറിന് ഇനിയും 2 വർഷം കൂടെ ലോൺ ബാക്കിയുണ്ട്. പേഴ്സണൽ ലോൺ എടുത്തതിൽ 8,000 രൂപ അടയ്ക്കുന്നുണ്ട്. അച്ഛൻ്റെ ചികിത്സയ്ക്കായി പിടിക്കേണ്ടി വന്ന 2 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ 8,000 രൂപ അടവ് വേറെ വരുന്നുണ്ട്. അച്ഛനിപ്പോൾ പഴയ പോലെ ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നുമില്ല. വീട്ടിലെ ചിലവുകളുടെ ഭാരമുണ്ട്. എന്നാൽ ഈ ജോലി നിർത്തി കൂടുതൽ ശമ്പളമുള്ള മറ്റൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഈ 2 വർഷം കൊണ്ട് വേറെ വലിയ സ്കില്ലുകളൊന്നും ആർജിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പുതിയൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഓഫർ ചെയ്യാനായിട്ട് ഒന്നും കയ്യിലില്ല. ജോലി നിർത്തിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജോലി നിർത്തി കഴിഞ്ഞാൽ ആ മാസങ്ങളിൽ EMI അടയ്ക്കാൻ വേറെ വഴിയൊന്നുമില്ല. അഖിലിൻ്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് മുതലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ശമ്പള വർധനവിനെ കുറിച്ചിട്ടൊന്നും അവർ ചിന്തിക്കുന്ന കൂടിയില്ല. അഖിലിന് നല്ല രീതിയിലുള്ള വർക്ക് പ്രഷറും ഉണ്ട്. അഖിൽ 2 ആളുകളുടെ പണിയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഈ വർക്ക് പ്രഷറിനെ കുറിച്ചിട്ട് ഒരു ദിവസം മുതലാളിയോട് പരാതി പറഞ്ഞ സമയത്ത് മുതലാളി പറഞ്ഞ ഒരു വാക്യമുണ്ട്. അഖിലിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ നല്ല ഓപ്ഷൻ നോക്കി പോയിക്കോളൂ. ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വേറെ ആളുകളെയൊക്കെ നമുക്ക് കിട്ടും. അഖിൽ കണ്ണ് നിറഞ്ഞിട്ടാണ് ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം അത്രയധികം പണിയെടുത്ത് ആ ഒരു ഓഫീസിന് വേണ്ടി അഖിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലിന് റെസിഗ്നേഷൻ വലിച്ചെറിഞ്ഞിട്ട് നിർത്തി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫിനാൻസ് കമ്പനിയിലെ ആ ഒരു ചേച്ചിയുടെ വർത്തമാനം ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലെങ്കിൽ ലോൺ എടുക്കാനായിട്ട് പോകരുത്. പണ്ട് ഐഫോണൊക്കെ വാങ്ങിയ സമയത്ത് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്രഷ് ഇന്ന് അഖിലിൻ്റെ കാമുകയാണ്. അവളുടെ വീട്ടിലാണെങ്കിൽ വിവാഹത്തിന് വേണ്ടി അവൾ നിർബന്ധിക്കുന്നുണ്ട്. അഖിലിൻ്റെ കാര്യമൊക്കെ ചെറിയ രീതിയിൽ അവർക്കറിയാം. എന്നാലും അഖിലിൽ വലിയ പ്രതീക്ഷ ആർക്കുമില്ല.
അവളാണെങ്കിൽ ശമ്പളത്തിൽ നിന്ന് മാസം കൂട്ടി വെച്ചതിൽ നിന്നൊക്കെ ചിട്ടിക്ക് അടയ്ക്കുന്നുണ്ടായിരുന്നു. 3 പവൻ്റെ ഒരു മാലയൊക്കെ വാങ്ങുകയുണ്ടായി. ചിട്ടി വിളിക്കാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവളുടെ കാര്യത്തിലൊക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി അഡീഷണൽ ബോണസ് ആയിട്ട് അവൾക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അഖിലിന് ഈ ഒരു അവസ്ഥയിൽ കല്യാണം കഴിക്കുക പോയിട്ട് നനയുന്ന വീടിൻ്റെ മുകളിൽ ഒരു ടർപ്പായ വാങ്ങിയിടാനായിട്ടുള്ള പൈസ പോലും ഇല്ല. ഒരു ചെറിയ ലോൺ വീടൊന്ന് പുതുക്കുന്നതിന് വേണ്ടി, വീടൊന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണൊന്നും കിട്ടത്തില്ല. കാരണം തിരിച്ചടവിൻ്റെ പരിധിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ശമ്പളത്തിൽ നിന്ന് മുഴുവൻ അടവാണ്. സിബിൽ സ്കോറും തീരെയില്ല. ഞാനീ പറഞ്ഞത് ഒരു സാങ്കല്പിക കഥയൊന്നുമല്ല. നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ അനുഭവമാണ്. കമൻറ്റ് ഇടാനായിട്ട് മടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിന് കമൻറ്റ് ചെയ്യാം. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്ഥിരം കാണുന്ന ഒന്നാണ് പുതിയ മോഡൽ ഫോൺ, ബ്രാൻഡഡ് വാച്ചുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, ലക്ഷങ്ങൾ വിലയുള്ള ബൈക്കുകൾ, വാഹനങ്ങൾ, ഇതെല്ലാം വാങ്ങുന്ന ആളുകളുടെ റീലുകൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിൽ പല ആളുകളും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം പണം ഉണ്ടാവുന്നത്? പിന്നെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇടുന്ന ആളുകളല്ലേ, അച്ചീവ്മെൻ്റ് ആയിട്ടൊക്കെ പറയുന്ന ആളുകളല്ലേ, മേ ബി അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാര്യമായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കാത്ത ആളുകളാണ്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 മുതൽ 12% ആളുകൾ മാത്രമാണ് ഇൻഫ്ലുവൻസേഴ്സിൽ 50,000 രൂപയ്ക്ക് മുകളിൽ ഒന്ന് ഏൺ ചെയ്യുന്നത്. പല ആളുകളും ഈ വില കൂടിയ ഐഫോണും മറ്റുള്ള ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതുകൊണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം ഇങ്ങടേക്ക് കിട്ടുമെന്നുള്ളതാണ്. പല ആളുകൾക്കും കിട്ടുന്നതുകൊണ്ടല്ല വാങ്ങുന്നത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇൻഫ്ലുവൻസേഴ്സിൽ പല ആളുകളും ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി മെയിൻ കാര്യത്തിലേക്ക് അങ്ങോട്ട് വരാം. ഈ കാണുന്ന തിളക്കത്തിന് പിന്നിൽ അത്ര സുഖകരമല്ലാത്ത ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. ഭാര്യയ്ക്ക് ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഇടുന്ന ആളുകൾ, കല്യാണത്തിന് മുന്നേ ഉറപ്പീരിന് ഐഫോൺ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ആളുകൾ, ഇവരെല്ലാം നേരെ കടയിൽ ചെന്നിട്ട് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തങ്ങ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ എടുത്തങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങുകയല്ല. ഇവരിൽ പല ആളുകളും കടയിൽ ചെല്ലുന്നതിന് മുൻപോ അല്ലെങ്കിൽ കടയിൽ ചെന്നതിന് ശേഷമോ തൻ്റെ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആധാറും പാൻ കാർഡും കൊടുത്തിട്ട് വെറും 2 മിനിറ്റിനുള്ളിൽ ബൈ നൗ പേ ലേറ്റർ അല്ലെങ്കിൽ 0% EMI എന്ന ഓപ്ഷൻ വഴി അവർ ഫോൺ വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങുന്ന ആളുകളുണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡിൽ ഒരു ഐഫോൺ 17 Pro വാങ്ങാൻ ലിമിറ്റുള്ള ഒരു ഭൂരിപക്ഷം ആളുകളൊന്നും അതുപോലൊരു പർച്ചേസ് ഒന്നും അങ്ങനെ ചാടിപ്പോയി ചെയ്യത്തില്ല. അവർ വളരെ ആലോചിച്ചിട്ട് മാത്രമേ ആ ഒരു ചിലവ് നടത്തത്തുള്ളൂ. അതെങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഈ ഒരു ഉത്തരം പറയും. 2 ലക്ഷം ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനവും അതിനൊത്തുള്ള സാമ്പത്തിക അച്ചടക്കവും വേണ്ടി വരും. എപ്പോഴും ലോൺ എടുക്കുന്ന, തിരിച്ചടവ് മുടങ്ങുന്ന, എന്ത് കണ്ടാലും വാങ്ങുന്ന ഒരാൾക്ക് 2 ലക്ഷം ലിമിറ്റുള്ള ഒരു കാർഡ് ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു കാർഡ് അവർക്ക് അപ്രൂവ് ആവാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഈ EMI ഇട്ടിട്ട് ഐഫോൺ വാങ്ങുന്ന ആൾക്കാരുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വലിയൊരു ചതിക്കുഴിയുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വെറും ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയാണ് തിരഞ്ഞെടുത്തത് എന്നാണ്. EMI കാർഡല്ലേ, സിമ്പിളാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ പണത്തിൻ്റെ നിയന്ത്രണം ഇത് എല്ലാം താറുമാറിലാക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി, അതിനുവേണ്ടിയൊക്കെ നിങ്ങളെ കടക്കാരനാക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ചില അത്യാധുനിക അൽഗരിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം പണയം വെക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ യുവാക്കളെയും ശമ്പളക്കാരെയും വളരെ നിശബ്ദമായി വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ബൈ നൗ പേ ലേറ്റർ അഥവാ BNPL ആപ്പുകളെ കുറിച്ചിട്ടാണ്. പുറമേ നിന്ന് കാണുന്ന സമയത്ത് വളരെ ലളിതമാണെന്ന് തോന്നുന്ന, എന്നാൽ ഉള്ളിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു മൈക്രോ ലോൺ ട്രാപ്പുകളെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു ആപ്പിൾ ഐഫോൺ സ്വന്തമാക്കുക എന്നത്. മുൻപൊക്കെ വലിയ ബിസിനസ്സുകാരോ സെലിബ്രിറ്റികളോ ഒക്കെ ആയിരുന്നു ഈ ഫോൺ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ പോലും 1.5 ലക്ഷത്തിൻ്റെ ഫോണുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് പുറത്തു വന്ന ഒരു ദേശീയ സാമ്പത്തിക റിപ്പോർട്ടിലെ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇന്ന് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന മൊത്തം ഐഫോണുകളിൽ 70%-ലധികം ഫോണുകളും വിറ്റുപോകുന്നത് ക്യാഷ് കൊടുത്തല്ല, മറിച്ച് EMI വഴിയാണ്. അതായത് 10 പേർ ഐഫോൺ വാങ്ങുമ്പോൾ അതിൽ 7 പേരും കടം വാങ്ങിയാണ് ആ ഒരു ഫോൺ വാങ്ങി പോക്കറ്റിലിടുന്നത്. ഇനി ഇതിലും ഭയങ്കരമായിട്ടുള്ള മറ്റൊരു കണക്കുണ്ട്. ഈ 70%-ൽ വലിയൊരു വിഭാഗം ആളുകളും മാസം വെറും 20,000 രൂപയോ 30,000 രൂപയോ ഒക്കെ മാത്രം ശമ്പളം വാങ്ങുന്ന ചെറുപ്പക്കാരാണ്. സ്വന്തം മാസ ശമ്പളത്തിൻ്റെ പകുതിയോ അതിൽ കൂടുതലോ തുക ഇവർ ഓരോ മാസവും ഈ ഫോണിൻ്റെ അടവിനായിട്ട് മാത്രം മാറ്റിവെക്കുന്നുണ്ട്. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുന്നത്. കാരണം 1 ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരാൾ തൻ്റെ ഭാവിയിലെ വരുമാനം പണയം വെച്ചുകൊണ്ടാണ് ഈ കടക്കണിയിലേക്ക് എടുത്ത് ചാടുന്നത്. അവൻ വാങ്ങുന്നത് ഒരു ഫോണല്ല, മറിച്ച് ബാങ്കുകളുടെ സാമ്പത്തിക അടിമത്തമാണ്. മറ്റുള്ള ആളുകളെ തൻ്റെ വില ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വന്തം സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന ഈ പുതിയ സംസ്കാരം മലയാളികളുടെ ഇടയിലും വളരെ വേഗത്തിൽ വളരുകയാണ്. പണ്ടൊക്കെ തറവാട് പണയം വെച്ച്
വെച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയിരുന്ന മലയാളി എന്നൊക്കെ പറയിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് വെറും ഒരു മൊബൈൽ ഫോണിന് വേണ്ടി സ്വന്തം ഭാവിയാണ് പണയം വെക്കുന്നത്. അഖിലിൻ്റെ ജീവിതം തകർത്തത് അവൻ തിരഞ്ഞെടുത്ത ആ ഒരു എളുപ്പ വഴിയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഫോണോ ടി വിയോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആളുകൾ മാസങ്ങളോളം പണം ഇങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു. അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിട്ടി കൂടും. ഇനി വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി പേപ്പർ വർക്കുകൾ ചെയ്തിട്ട് ലോൺ എടുക്കും. അവിടെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് നമ്മൾ വലിയൊരു കടമാണ് എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന്. കാരണം ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്തിന് ആ ഒരു മൂഡ് കിട്ടും. കടം വാങ്ങുമ്പോൾ ഒരു ഭയവും കൂടെ നമുക്കുണ്ടാവും. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ ഡിഫറൻ്റ് ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യുമ്പോൾ താഴെ വരുന്നു ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും തരേണ്ട, അടുത്ത മാസം തന്നാൽ മതി, അല്ലെങ്കിൽ 3 തവണയായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ പലിശയില്ലാത്ത ഗഡുക്കളായിട്ട് തന്നാൽ മതി, ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, വലിയ ശമ്പള സർട്ടിഫിക്കറ്റ് വേണ്ട, ബാങ്കിൽ കയറി ഇറങ്ങേണ്ട, 2 മിനിറ്റിനുള്ളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തുന്നു. ഇവിടെയാണ് കമ്പനികൾ ബൈ നോ പേ ലേറ്റർ എന്ന് വിളിക്കുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ, ആമസോൺ പേ ലേറ്റർ, പേടിഎം പോസ്റ്റ് പെയ്ഡ്, സിമ്പിൾ, ലേസി പേ എന്നിങ്ങനെ നിരവധി പേരുകളിലാണ് ഇവ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ 5000 രൂപയോ 10000 രൂപയോ ഒക്കെയാണ് അവർ നമുക്ക് ലിമിറ്റ് തരുന്നത്. നമ്മളിത് കൃത്യമായിട്ട് അടച്ചു തീർക്കുമ്പോൾ ഈ ലിമിറ്റ് 20000 50000 രൂപയൊക്കെ ആയിട്ട് അവരങ്ങനെ കൂട്ടിത്തരും. ഇവിടെ ഒരു മലയാളിക്ക് തോന്നുന്ന ഒരു സാധാരണ ചിന്ത എന്താണെന്നറിയാവോ? ബാങ്കിൽ കിടക്കുന്ന പൈസ ഇപ്പോൾ കുറയുന്നില്ലല്ലോ, അടുത്ത മാസം ശമ്പളം വരുമ്പോൾ തിരിച്ചെടുത്താൽ പോരെ, പലിശയുമില്ലല്ലോ, പിന്നെന്താ ലാഭം മാത്രമല്ലേ? ഈ ചിന്തയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയുടെ ഒന്നാം ഘട്ടം. കാരണം ഈ കമ്പനികൾ ആരും കാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി വന്ന ആളുകളല്ല. അവർ ലക്ഷക്കണക്കിന് കോടി രൂപ ഈ ആപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് നടത്തുന്നത് നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങളെ കൊണ്ട് അനാവശ്യമായിട്ട് പണം ചെലവഴിപ്പിക്കാനാണ്. ഈ ബൈ നൗ പേ ലേറ്റർ കമ്പനികൾ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പെയിൻ ഓഫ് പേയിങ് അഥവാ പണം ചിലവഴിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം എന്ന് പറയും. നിങ്ങളൊരു കടയിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 10000 രൂപയുടെ കറൻസി നോട്ടുകൾ എണ്ണി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നും. കാരണം കയ്യിലിരിക്കുന്ന പണം കുറയുന്നത് നിങ്ങൾ നേരിട്ട് കാണുകയാണ്. എന്നാൽ ഇതിന് പകരം നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന പേ ലേറ്റർ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മാനസിക വിഷമം അവിടെ ഉണ്ടാകുന്നില്ല. പണം നഷ്ടപ്പെടുന്ന വേദനയെ ഈ ആപ്പുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാണ്. ഒരു ഹ്യൂമൻ ഒട്ടും ചിന്തിക്കാതെ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ 30% കൂടുതൽ സാധനങ്ങൾ ഇത്തരം പേ ലേറ്റർ ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വാങ്ങിക്കൂട്ടുമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങൾ പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും ഇതിനകത്ത് അങ്ങോട്ട് പെടും. ഇപ്പോൾ പണം കൊടുക്കേണ്ടല്ലോ എന്നൊരൊറ്റ ചിന്തയിൽ നമ്മൾ ചുമ്മാ കണ്ടതല്ല ഓർഡർ ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ കൃത്യസമയത്ത് പണം അടയ്ക്കുന്ന ആളാണ്, പിന്നെ എനിക്ക് എന്താണ് കുഴപ്പമെന്ന്. ഈ കമ്പനികളുടെ ഏറ്റവും വലിയ ബിസിനസ് മോഡൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് തെറ്റിക്കുമെന്നുള്ള പ്രതീക്ഷിച്ചിരിക്കലാണ്. നമ്മുടെ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല പോകുന്നത്. ചിലപ്പോൾ ഒരു രോഗം വരാം, അല്ലെങ്കിൽ ശമ്പളം വരാനായിട്ട് 2 ദിവസം വൈകാം, അല്ലെങ്കിൽ ജോലി അടയ്ക്കുന്നു പോകാൻ സാധ്യതയുണ്ട്. അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈ തീയതി ഒന്ന് മറന്നു പോകാം. അങ്ങനെ നിങ്ങൾ ഒരു തവണ പേയ്മെൻറ്റ് തെറ്റിച്ചാൽ അവിടെ തീർന്നു നിങ്ങളുടെ പലിശരഹിത സേവനം. അവിടെ മുതലാണ് ഇവരുടെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഒരു സാധാരണക്കാരൻ ഈ ബൈ നൗ പേ ലേറ്റർ ഉപയോഗിക്കുമ്പോൾ കാണാത്ത എന്നാൽ അവൻ്റെ പോക്കറ്റ് ഓർത്തുന്ന ചില പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളൊരു 500 രൂപയുടെ സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് വെറും ഒരു ദിവസം വൈകിയാൽ പോലും ചില ആപ്പുകൾ ഈടാക്കുന്നത് 100 രൂപ മുതൽ 200 രൂപ വരെയാണ്. ശതമാനം കണക്കിൽ നോക്കിയാൽ ഇത് 20 മുതൽ 30% വരെ വരും. ഇനി അതൊരു വലിയ തുകയാണെങ്കിലോ ഈ ലേറ്റ് ഫീസിന് പുറമെ ബാക്കിയുള്ള തുകയ്ക്ക് പ്രതിവർഷം 36 മുതൽ 48% വരെ പലിശ ഈടാക്കുന്ന കമ്പനികളുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഒരു ബ്ലേഡ് പലിശക്കാരൻ പോലും വാങ്ങാത്ത അത്രയും വലിയ തുകയാണ് ഈ ആപ്പുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. രണ്ടാമത്തേത്, പല ആപ്പുകളും പറയും 0% ഇൻട്രസ്റ്റ് ആണെന്ന്. എന്നാൽ നിങ്ങൾ ആദ്യത്തെ തവണ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 1 ടൈം ആക്ടിവേഷൻ ഫീ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുക അവർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓരോ മാസവും സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്ലാറ്റ്ഫോം ഫീ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിൽ മറ്റൊരു തുക ഉണ്ടാകും. ഇതൊക്കെ വളരെ ചെറിയ തുകകളായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ വർഷാവസാനം നോക്കുമ്പോൾ നമ്മൾ വലിയൊരു തുക ഇവർക്ക് വെറുതെ കൊടുത്തിട്ടുണ്ടാകും. ഇനി മൂന്നാമത്, ഇനി നിങ്ങൾക്ക് അഥവാ പണം അടയ്ക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഫോൺ കോളുകളുടെ പെരുമഴയായിരിക്കും. വെറും ഒരു കമ്പ്യൂട്ടർ കോൾ ആയിരിക്കില്ല ഇത്. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന റിക്കവറി ഏജന്റുമാരായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. മാന്യമല്ലാത്ത ഭാഷയിലുള്ള സംസാരം, മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കൽ എന്നിവയൊക്കെ ഇവരുടെ സ്ഥിര ശൈലിയാണ്. മലയാളികളായിട്ടുള്ള ഏജന്റുകൾ പോലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം മലയാളത്തിലൊക്കെ തെറി വിളിച്ച ആളുകളുടെയൊക്കെ ഓഡിയോ റെക്കോർഡിങ്ങുകളൊക്കെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പോരാത്തതിന് പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്കും ഗാലറിയിലേക്കുള്ള ഒരു പെർമിഷൻ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾ പണം അടയ്ക്കാൻ വൈകിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വരെ നിങ്ങളൊരു കടക്കാരനാണ് എന്ന രീതിയിൽ മെസ്സേജുകൾ അയക്കുന്ന ക്രൂരമായിട്ടുള്ള രീതി വരെ ചില അനധികൃത ആപ്പുകൾ ചെയ്യാറുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. പല യുവാക്കളും വിചാരിക്കുന്നത് ഇതൊരു ചെറിയ ആപ്പിലെ അക്കൗണ്ട് മാത്രമാണ്, പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പരമാവധി ഈ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, അതല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിൾ, ലേസി പേ തുടങ്ങിയ പേ ലേറ്റർ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന പേ ലേറ്റർ ആപ്പുകളൊന്നും നേരിട്ട് പണം തരുന്ന ആളുകളല്ല. അവരുടെ കയ്യിലെ പണമല്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ NBFCകളോ ഉണ്ട്. അവർക്ക് അവരുമായിട്ടാണ് ടൈപ്പ്. നിങ്ങൾ ഈ ഒരു ആപ്പിൽ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പേരിൽ ഒരു പേഴ്സണൽ ലോൺ ആ ഒരു ബാങ്കിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ
ചെറിയ സാധനവും അത് വെറും ഒരു 200 രൂപയുടെ ഷർട്ടാണെങ്കിൽ പോലും സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിൽ അതൊരു കൺസ്യൂമർ ലോണായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളൊരു 5 ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടിൽ 5 സജീവമായിട്ടുള്ള ലോണുകൾ ഉണ്ട് എന്ന് കാണിക്കും. ഇനി നിങ്ങൾ ഒരു 500 രൂപയുടെ പേയ്മെന്റ് കൃത്യസമയത്ത് അടച്ചില്ല എന്ന് വിചാരിക്കുക. ആ ഒരു ആപ്പ് കമ്പനി ഉടനെ തന്നെ ആ വിവരം സിബിൽ ബ്യൂറോയ്ക്ക് കൈമാറും. ഫലം എന്താണെന്നറിയോ? നിങ്ങളുടെ സിബിൽ സ്കോർ ഒറ്റയടിക്ക് താഴേക്ക് പോകും. നിങ്ങൾക്കിപ്പോൾ 20-25 വയസ്സായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടി, നിങ്ങൾ വിവാഹിതനായി, സ്വന്തമായിട്ടൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാനോ ഒക്കെ വേണ്ടി ഒരു ബാങ്കിൽ ഹോം ലോണിന് വേണ്ടിയോ കാർ ലോണിന് വേണ്ടിയോ ഒക്കെ പോകുന്ന സമയത്ത് ബാങ്കുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. കാരണം തിരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണ്ടെപ്പോഴും എടുത്ത ലോണുകളിൽ ഡിഫോൾട്ട് ഉണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വളരെ മോശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടെടുത്ത ഏതെങ്കിലും ഒരു ഫോണിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ചീപ്പ് വസ്ത്രത്തിൻ്റെ പേരിലോ നിങ്ങളുടെ സ്വന്തം വീടെന്ന സ്വപ്നം തകരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കാറെന്ന സ്വപ്നം തകരുന്ന ഒരവസ്ഥ. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് ആ പറയുന്ന ആപ്പുകൾക്ക് പണം കൊടുത്തിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു ക്ലിയറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന പണം കൊടുക്കേണ്ടി വരും. നമ്മുടെ ഭാവിയിലെ ആവശ്യങ്ങൾ, സ്വപ്നങ്ങൾ തകരുന്ന ഒരു അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. സാങ്കേതിക വിദ്യ വളരുന്നത് നമ്മളെ സഹായിക്കാനായിരിക്കണം, നമ്മളെ കടക്കാരനാക്കാനായിട്ടാവരുത്. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില അടിസ്ഥാന സാമ്പത്തിക നിയമങ്ങളുണ്ട്. കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ വാങ്ങരുത്. വളരെ ലളിതമായിട്ടുള്ള നിയമം അതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ സാധനം വാങ്ങാനുള്ള പണം ഇപ്പോഴില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിത് വാങ്ങാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ആയിട്ടില്ല എന്നുള്ളതാണ്. അത് അടുത്ത മാസം വാങ്ങാമെന്ന് കരുതി മാറ്റിവെക്കുക. നിങ്ങളിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ചെയ്യരുത്. അല്ലാത്ത ആളുകൾ, കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യുന്ന വരുമാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാം. ആഡംബര ഫോണുകൾ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന പേ ലെറ്റർ ആപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുക. അത് അവരോട് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. വെറുതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിലുള്ള എൻട്രി പോയില്ല. അപ്പോഴും അവിടെ ഒരു എൻട്രി ഉണ്ടാവും. അതും കിടങ്ങ് കളഞ്ഞേക്ക്. ഇതൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു താൽക്കാലിക സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ ഭാവിയിലേക്ക് അതൊരു വലിയ ബാധ്യതയാണ്. അടുത്തതായിട്ട് നമ്മൾ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പഠിക്കണം. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് സ്വയം എങ്ങനെ ചോദിക്കുക, ഇതെനിക്ക് ജീവിക്കാൻ അത്യാവശ്യമാണോ? ഇത് നീഡാണോ? അതോ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണോ? വാണ്ടാണോ? ആഗ്രഹങ്ങൾ എപ്പോഴും സ്വന്തം പണം കൊടുത്ത് മാത്രം നിറവേറ്റുക. ആവശ്യങ്ങൾ മാത്രം വേണമെന്നുണ്ടെങ്കിൽ കടമായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം. സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല, കുടുംബ സമാധാനം അടക്കുന്ന കാര്യം. പരസ്യങ്ങളുടെയും ഓഫറുകളുടെയും തിളക്കത്തിൽ വീണു പോകാതെ വിവേകത്തോടെ മാത്രം പണം ചെലവഴിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് പുതുതായിട്ട് ജോലി കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക്, നിങ്ങളുടെ മക്കൾക്കും ഒക്കെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ അവരെ വലിയൊരു കടക്കണിയിൽ വീഴാതെ രക്ഷിച്ചേക്കാം. സാമ്പത്തിക സാക്ഷരതയുള്ള ഒരു നല്ല നാളേക്കായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അതേപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി.